മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഏറെ മാറ്റങ്ങൾ വന്ന ഒരു കാലഘട്ടമാണ്, കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകിച്ചും. അതിലേറ്റവും കൂടുതൽ വേദനിക്കുന്നത് പ്രായമായി വരുന്ന മാതാപിതാക്കളാണ്. ഇന്ന് മാതാപിതാക്കൾ ഉപയോഗം കഴിഞ്ഞ വസ്തു പോലെ മൂലയ്ക്ക് തള്ളപ്പെടുന്ന അനുഭവം പല കുടുംബങ്ങളിലും ഉണ്ടാകുന്നു. വൃദ്ധമന്ദിരങ്ങളിൽ അഭയം തേടേണ്ട ഗതികേട് വരുന്നു. അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉള്ളിടത്തും ചില നല്ല കുടുംബങ്ങൾ മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതി സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന നല്ല കുടുംബങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബത്തെ പരിചയപ്പെടാം. വരാപ്പുഴ അതിരൂപതയിലെ ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്ക ഇടവകയിൽപ്പെട്ട കോണ്ടോത്ത് കുടുംബമാണ്. ജോസി ഗോമസ്, 85 വയസ്സുള്ള ആ പിതാവിനോടൊപ്പം ജീവിത പങ്കാളി ആനി ഗോമസ്. അവർക്ക് ദൈവം 3 മക്കളെ നൽകി. ആ 3 മക്കളും ഈ മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതി പരിചരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു നല്ല കുടുംബം, കൂട്ടായ്മയുള്ള കുടുംബം. ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കൊണ്ടോത്ത് ജോസി ആനി ദമ്പതികളുടെ ഭവനം. എറണാകുളം ജില്ലയിലെ വല്ലാർപാടത്താണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ദേശീയ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്കയാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ജോസി ആനി ദമ്പതികൾ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. മക്കളെല്ലാവരും പൊന്നുപോലെയാണ് ഇവരെ പരിപാലിക്കുന്നത്. അത് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. 15 വയസ്സിൽ എൻ്റെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു. നിത്യം കുർബാന കണ്ടു കഴിയാൻ നേരത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനയിൽ സജീവമായി മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ദിവസം ഉറക്കത്തിൽ എൻ്റെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട കാര്യങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉറക്കത്തിൽ അമ്മ പറഞ്ഞ്, എൻ്റെ അടുത്ത് ആര് പറഞ്ഞ് എൻ്റെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞ് അമ്മയോട് ചോദിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അമ്മ പറഞ്ഞതാണ്, എൻ്റെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അല്ല, നീ പിതാവുണ്ടായിരുന്ന സമയത്ത് പോലും ഉണർവോട് ജോലി ചെയ്തിരുന്ന ആ ജോലി തുടർന്നുകൊണ്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ ഞാൻ അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അപ്പനുണ്ടായിരുന്ന സമയത്ത് ചെയ്തതിൻ്റെ ഇരട്ടി ഉത്തരവാദിത്തത്തോടുകൂടി തേങ്ങ തലയിൽ ചുമന്നും തോളത്തെ മുന്നും ഉരുണ്ട് മുറിച്ചും ഒരു ഉത്തരവാദിത്തത്തോടുകൂടി കോട്ടയാവിൽ തേങ്ങ വെച്ചുകൊണ്ട് പോകലും എല്ലാം ചെയ്തപ്പോൾ നേരത്തെ അതിനേക്കാൾ സമ്പത്ത് കൂടി എൻ്റെ ഇരട്ടിയും സമ്പത്തിൻ്റെ ഉടമയായി മാറുവാനിടയായി. ഇങ്ങനെ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞ്, കാർൽ ഗോമസിൻ്റെ മോന് ഏതാണ്, അയാളെ വിളിക്കാനായിട്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാർൽ ഗോമസിൻ്റെ മോൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ കമ്പനിയിലെ മാനേജർ താങ്കളെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അരമണിക്കൂർ കൊണ്ട് ആ കമ്പനിയിലെ ഒരു ജോലിക്കാരനായിട്ട് എന്നെ മാറ്റണത് കണ്ടപ്പോൾ മാനേജർ പറയുന്നത്, 10,000 ആൾ ഇവിടെ ജോലി എടുക്കുന്നുണ്ട്, എങ്കിലും ഒരാൾ മാത്രമാണ് 8 മണിക്കൂറും ഇവിടെ ജോലി നോക്കുന്നത്. അതുകൊണ്ടിട്ട് നീ 3 കൊല്ലത്തേക്കാണ് എന്നെ ഇവിടെ ആക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം നീ പിതാവിനെ പോലെ
ഉത്തരവാദിത്തോട് ജോലി ചെയ്ത് ഇത് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോഴത്തെ അവസ്ഥ 10 പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം മുഴുവൻ. ദേശീയ ഹോം മാത്രമല്ല, എനിക്കുണ്ടായിരുന്ന 12 സെൻറ്റ് സ്ഥലം ദാനധർമ്മത്തിന് കൊടുത്തു, ആലയം പണിയാൻ വേണ്ടി. അവരിപ്പോൾ 3 നില വീട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ അടുത്ത മാസം ഇനോഗ്രേഷൻ ഉണ്ടാവും മിക്കവാറും തന്നെ. അതുകൂടാതെ കണ്ടിട്ട് അത്രയും വേഗത്തിൽ ആന്റണി പിതാവ് പോയപ്പോൾ ഞാൻ കാല കെട്ടിയെന്ന് പറഞ്ഞ് എത്രയും വേഗത്തിൽ ഇത് നടപ്പിലാക്കണം. 10 പെൺകുട്ടികളുടെ വിവാഹ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രീരാമൻ്റെ അവസാന ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അത് എത്രയും വേഗത്തിൽ വരുന്ന അച്ഛനുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആ അച്ഛനെ കാണാൻ പോയി സംസാരിക്കുകയും ചെയ്തു. എൻ്റെ പേര് ഡിക്സൺ ഗോമസ്. സത്യത്തിൽ എൻ്റെ ഡാഡിയും മമ്മിയും ഞാൻ സ്തുതിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെത്രയോ അധികം ചിന്തിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നു. ഇന്നും അവർ അത് ചെയ്യുന്നത് പ്രാർത്ഥനയിലൂടെ തന്നെയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നിപ്പോൾ അവർ ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നതും ഒരുമിച്ച് അവരുടെ സ്നേഹത്താൽ കഴിയുന്നതും. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഡാഡി ഞങ്ങൾക്കുണ്ടായ കുറച്ച് സ്ഥലത്തിൻ്റെ കാര്യത്തിൽ 22 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അതിൽ ഡാഡിയുടെയും എൻ്റെ സിസ്റ്ററിൻ്റെയും കൂടെ ആയിരുന്ന ആ സ്ഥലം ഒരു 12 സെൻറ്റ് വൃദ്ധസദനത്തിന് കൊടുക്കണമെന്ന് എൻ്റെ ഡാഡി പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും തന്നെ വിചാരിച്ചില്ല. കാരണം ഇത്രയേറെ ആ സ്ഥലത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം, നല്ലൊരു കാര്യം സാധിച്ചെടുക്കുവാൻ എൻ്റെ ഡാഡിക്ക് സ്വപ്നത്തിൽ അത് ആഗ്രഹിച്ചത് തന്നെ ഞാൻ വളരെ കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. എൻ്റെ മമ്മി ആനി ഗോമസ് ജോലിയൊന്നുമില്ല എങ്കിൽ തന്നെയും ഞങ്ങളെയൊക്കെ ഊട്ടുന്നതിന് വളരെ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു മമ്മി, എൻ്റെ ഡാഡിയും മമ്മിയും എത്രയും നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടുകൂടെയും മാതാവിൻ്റെ പ്രാർത്ഥനയോടുകൂടെയും ഇനിയും കുറേ കാലം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട്. എൻ്റെ പേര് പോളിൻ ഓഡ്രി. ഞാൻ ഇവിടെ ഈ കുടുംബത്തിൽ വിവാഹിതയായി വന്നിട്ട് 28 വർഷമായി. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ഡാഡിനെയും മമ്മിയെയും പറ്റി പറയാനാണെങ്കിൽ ഡാഡി കുറച്ച് കർക്കശക്കാരനാണ്. പ്രാർത്ഥനകളിലൊക്കെ പ്രാർത്ഥനാ സമയത്ത് കൃത്യമായിട്ട് മുട്ടൂത്തി വീട്ടിൽ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥന എത്തിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കർക്കശമായിരുന്നു. അതിനൊന്നും ഒരു ദിവസം പോലും മുടക്കം വരുത്തിയിട്ടില്ല. മമ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മി തയ്ക്കും. മമ്മിയുടെ ആവശ്യത്തിന് മമ്മിയുടെ എല്ലാ വസ്ത്രങ്ങളും മമ്മി തന്നെയാണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും പുറത്തു കൊടുക്കില്ല. അങ്ങനെ ഒരു വീട്ടമ്മയാണെങ്കിലും സെൽഫ് സഫിഷ്യൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും ചെയ്ത് വീട്ടിൽ ഒരു നേരം വെറുതെ ഇരിക്കുകയില്ല. ഇപ്പോൾ ഇത്തിരി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവാണ്. പുറത്ത് പള്ളിയിലെന്ത് ഫങ്ഷൻ വരികയാണെങ്കിലും എല്ലാത്തിനും നമ്മുടെ ഈ ഫാമിലി യൂണിറ്റിൻ്റെ പ്രോഗ്രാമുകൾക്കാണെങ്കിലും ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ നല്ലൊരു ഗായികയും കൂടിയാണ് മമ്മി. നല്ലോണം പാട്ട് പാടും. അപ്പം എല്ലാ കാര്യങ്ങളിലും എല്ലാവരെക്കാട്ടും ഞങ്ങളെക്കാട്ടും മുമ്പിൽ മമ്മി എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. എൻ്റെ മമ്മിയെയും ഡാഡിയെയും കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ ഡാഡിയും മമ്മിയും എന്നും ഒരു ദിവസം പോലും ഇല്ലാതെ ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ എന്നും പള്ളിയിൽ പോകണം, പള്ളിയിലത്തെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ എന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചേക്കണത്. ഒരു ദിവസം പോലും എത്ര ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. അതാണ് ഞങ്ങളെ ഈ നിലയിലാക്കിയതെന്നാണ് എനിക്ക് ജീസസിനോട് പറയാനുള്ള താങ്ക്സ്. എൻ്റെ മമ്മിനെയും ഡാഡിനെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും
ഞങ്ങൾ 3 പേരും എല്ലാം ഞങ്ങൾ ഈ അടങ്ങുന്ന ഈ വലിയ ഫാമിലി ബ്ലെസ്ഡ് ഫോർ ദിസ് പാരൻസ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. അവരുടെ ഇൻസ്പിറേഷനാണ് ഞങ്ങളെ എല്ലാത്തിനും മുന്നോട്ട് നയിച്ചത്. ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം വിളിച്ചില്ലെങ്കിൽ അപ്പോൾ തന്നെ കോള് വരും. മോളെ എന്തുണ്ട് വിശേഷം, സുഖമാണോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നിട്ടുണ്ട്. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അത് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ അതിൽ അലിഞ്ഞു പോകും. എത്ര ടെൻഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം ദൈവത്താൽ ഡാഡിനെയും മമ്മിനെയും കൂടെ ജീവിക്കാൻ ഇത്രയും വർഷം ഞങ്ങൾക്ക്, അതായത് 62 വർഷമായി മമ്മിയുടെയും ഡാഡിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട്. അവർ ഉള്ളത് തന്നെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗെദർ കൂടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു പാർട്ടിക്കുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. ഞങ്ങൾ ബർത്ത്ഡേസിനും ഒക്കേഷൻസിലും ഞങ്ങൾ കൂടാറുണ്ട്. ഹാപ്പി ഫാമിലി ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഡാഡിക്ക് എപ്പോഴും ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുകയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കാനും കുടുംബത്തിലെ പ്രാർത്ഥനാ കാര്യങ്ങളിൽ വളരെയധികം നേരം പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലാനും, കുടുംബത്തിലെ പ്രാർത്ഥനകൾ, പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും, പിന്നെ അതുകൂടാതെ നമ്മളാൽ കഴിയുന്ന ചാരിറ്റി ഓരോരുത്തർക്കും പരമാവധി ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവരിലേക്ക് ചെയ്യുവാൻ വേണ്ടി. എൻ്റെ പേര് ഹെലൻ ഗോമസ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 23 വർഷമായി. ഞാൻ ഓഫീസ് അഡ്മിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡാഡിയും മമ്മിയും എപ്പോഴും ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടേ നിന്നിട്ടുള്ളൂ. എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞങ്ങളെ ഗൈഡ് ചെയ്യാനും ഫിനാൻഷ്യലി ആയാലും അല്ലാണ്ടായാലും ഞങ്ങൾക്ക് എപ്പോഴും ഗൈഡൻസ് തരാൻ ഡാഡിയും മമ്മിയും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ ലീഡ് ചെയ്യാനും എന്ത് കാര്യങ്ങളും സമയാസമയങ്ങളിൽ ഞങ്ങൾ എപ്പോഴും ലീഡ് ചെയ്യാറുണ്ട് എല്ലാ കാര്യത്തിനും. ഡാഡിയും മമ്മിയും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അവർ വെളുപ്പിന് എണീറ്റ് അവരുടെ ഡെയിലി റൂട്ടീൻസൊക്കെ ചെയ്ത് തുടങ്ങണ അത് ഞങ്ങൾക്ക് എപ്പോഴും ഭയങ്കര നല്ലൊരു മാതൃകയാണ് അവർ എപ്പോഴും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ലൈഫിലും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട്. അവർ രാവിലെ പ്രാർത്ഥനയോടുകൂടി അവരുടെ കാര്യങ്ങൾ തുടങ്ങുന്നതും ഞങ്ങളും അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ബർത്ത്ഡേയ്സ് കൂടുമ്പോൾ ലൈക്ക് കസിൻസ് ആയിട്ട് നല്ല വൈബായിരിക്കും. പപ്പയായിട്ട് ഉള്ള മെമ്മറീസ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വന്നാലും പപ്പ ഞങ്ങൾക്ക് ബർത്ത്ഡേയ്സ് ആണെങ്കിൽ പോലും പോക്കറ്റ് മണീസൊക്കെ തരും. അതാണ് ഏറ്റവും നല്ല മെമ്മറീസ്. പിന്നെ മമ്മ നല്ലപോലെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ മമ്മ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മമ്മ ഞങ്ങൾക്ക് കുറേ സ്നാക്സും അതൊക്കെ കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. അതൊക്കെയാണ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്. എൻ്റെ പേര് കാരലൈൻ ഗോമസ്. ഞാൻ ഇവിടുത്തെ 7th ഗ്രാൻഡ് ചൈൽഡാണ്. പപ്പനെയും മമ്മനെയും കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ മമ്മ തയ്ക്കും. മമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര കെയറായിട്ട് നിൽക്കും. മമ്മ ഇപ്പം എനിക്ക് പുതിയ ഡ്രസ്സ് കിട്ടിയെന്ന് എനിക്ക് പുതിയ ഡ്രസ്സ് കിട്ടി. അപ്പോൾ അതിൻ്റെ മോഡൽ വേറെ തുണി വെച്ച് ഉണ്ടാക്കി തരും. അതേപോലെ കുറേ ഡ്രസ്സുകൾ ഉണ്ടാക്കി തരും. അതേപോലെ പപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചിറ്റമ്മയുടെയും പപ്പയുടെയൊക്കെ കൂടെ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ബോട്ടിൽ ഇറങ്ങി അവിടെ നിറച്ച് പാടങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരും. എന്നിട്ട് പപ്പ അവിടെ വലയൊക്കെ കെട്ടി തരും. എന്നിട്ട് അവിടെ നിന്ന് മീനൊക്കെ പിടിക്കും. മമ്മ അത് ഫുഡ് ഉണ്ടാക്കി തരും. ആ മീൻ വെച്ച് പൊരിച്ച് അതൊക്കെ നല്ല ഫുഡായിട്ട് കഴിക്കും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ മെമ്മറീസ്. എൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ പപ്പയുടെ അടുത്ത് എപ്പോൾ ചെന്നാലും പപ്പ പണ്ടത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞു തരും. പപ്പ
ഔസപിതാവിനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയും. അത് നേരിട്ട് കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു മെമ്മറീസൊക്കെ ഉണ്ട്, കുറേ കഥയൊക്കെ പറയും. പിന്നെ മമ്മയുടെ മെമ്മറി എന്താണെന്ന് വെച്ചാൽ പണ്ട് ചെറുപ്പത്തിലെ ഫുള്ള് ഡാഡിയും മമ്മിയും ജോലിക്ക് പോകുമ്പോൾ ഫുള്ള് മമ്മയുടെ കൂടെയാണ്. അപ്പോൾ മമ്മയുടെ അടുത്ത് നിന്ന് അവിടെ നിന്ന് എല്ലാ ദിവസവും ഫുഡൊക്കെ കഴിക്കും. ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ പുഴയിൽ ബോട്ടിലിരുന്ന് ഫുഡൊക്കെ കഴിക്കും. അവിടെ കൊണ്ടുപോയിട്ടാണ്, വീട്ടിലിരുന്നാൽ കഴിക്കില്ല. അപ്പം മമ്മ ബോട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവരുന്ന ഫുഡൊക്കെ കഴിപ്പിക്കാറൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഫുള്ള് ഹാപ്പി ആൻഡ് ജോളി മെമ്മറീസാണ് രണ്ടുപേരുടെ അടുത്തു നിന്നുള്ളത്. മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. പ്രിയമുള്ളവരെ, വല്ലാർപാടം ബസിലിക്ക ഇടവകയുടെ ഇടയൻ അഭിവന്യ നിയുക്ത ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി വാലുങ്കൽ ജൂൺ 30 വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാനായി സ്ഥാനാരോഹണം ചെയ്യുന്നതുകൊണ്ട് ഇടവകയുടെ അസിസ്റ്റന്റ് വികാരി ഫാദർ കാരൽ ജോയ്സ് ഈ കോണ്ടോത്ത് കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ നാമധേയത്തിലുള്ള ബസിലിക്കയിലെ കൈക്കാരൻ്റെ ഭവനത്തിലാണ് ആയിരിക്കുക. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവന് സ്വർഗത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നുണ്ട്. എങ്ങനെ സ്വർഗത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടിയ 2 വ്യക്തികൾ, ഇവരുടെ മാതാപിതാക്കള് ജോസേട്ടനുണ്ട്, ആനച്ചേച്ചിയുണ്ട്. ഒത്തിരി പ്രാവശ്യം മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദേവാലയത്തിൽ മിക്കപ്പോഴും പതിവ് തെറ്റാതെ കാണുന്ന മുഖങ്ങൾ. ശാരീരികമായി ചില ബലഹീനതകളുണ്ടെങ്കിലും ഒട്ടും ഇവരെ അറിയിക്കാതെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ദേവാലയത്തിൻ്റെ കാര്യങ്ങളിൽ ഇവരെ എപ്പോഴും ഒരുമിച്ച് കൊണ്ടുവരുന്ന മക്കളുണ്ട്. ഏറ്റവും ആദരവോടെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന 2 പേര്, ഡിക്സൺ ചേട്ടനും ഫൈസലേട്ടനും. ഏത് ആവശ്യത്തിലും ദേവാലയത്തിലേക്ക് ഓടിയെത്തുക മാത്രമല്ല, പരസ്പരമുള്ള സാഹോദര്യവും സ്നേഹവും മാതാപിതാക്കളോടുള്ള ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബം. ഈ സമൂഹത്തിന് ഇവര് കൊടുക്കുന്ന മാതൃക എല്ലാവരും മനസ്സിലാക്കട്ടെ എന്നും ഇത് അനുകരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ വലിയ സംരക്ഷണം എന്നും ഈ കുടുംബത്തിന് സഹായമാകട്ടെ. അമ്മയുടെ വലിയ മാധ്യസ്ഥം ഇവരെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും പൊതിഞ്ഞു പിടിക്കട്ടെ. ആത്മീയവും ഭൗതികവുമായ നന്മകൾ കൊണ്ട് സ്നേഹസമ്പന്നനായ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം തീന്മേശയിലും ഇവർ സ്നേഹത്തോടെ ഒന്നിക്കുന്നു, പങ്കുവയ്ക്കുന്നു. ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് കൊണ്ടോത്ത് കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. കുടുംബം ഒരു മനോഹര ഗാനം. മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മക്കൾ എങ്ങനെ അവരെ പരിചരിക്കണം, അവരെ പരിഗണിക്കണം, സ്നേഹിക്കണം, കരുതലുള്ളവരാകണം എന്ന ഒരു നല്ല സന്ദേശം കണ്ണൂർ രൂപതയുടെ മെത്രാൻ അഭിവന്യ അലക്സ് വടക്കന്തല പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം.
ഒരു വൃദ്ധ ദമ്പതികളുടെ കഥ പറഞ്ഞാണ് ലൂക്കായുടെ സുവിശേഷം തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒന്നും ആ ആദ്യ വചനങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങൾ നമുക്ക് നൽകുന്നില്ല. അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വിവരണത്തിൻ്റെ പിന്നീടുള്ള ഭാഗമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ദൈവം അവരെ കൈവിടുന്നില്ല. ദൈവമെന്നും കൃപയ്ക്കുമേൽ കൃപ അവരിലേക്ക് ചൊരിയുന്നു. അങ്ങനെ ഉന്നതത്തിൽ നിന്ന് ഉഷസ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇത് ഇന്നും സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് വൃദ്ധരായ ദമ്പതികൾ അവരുടെ ജീവിതത്തിലെ പ്രത്യാശയും പ്രതീക്ഷയും കൊഴിയുമ്പോൾ ദൈവം അവർക്ക് തുണയായി ഉന്നതത്തിൽ നിന്ന് ഉഷസ് അവരിലേക്ക് പ്രത്യാശയായി കടന്നു വരുന്നു. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലുമുള്ള വൃദ്ധ ദമ്പതികളെ, വൃദ്ധരായ മാതാപിതാക്കളെ പ്രത്യേകമായി നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ദൈവം അവരെ പരിഗണിക്കുക നമ്മിലൂടെയാണ്, നമ്മുടെ സ്നേഹം വഴിയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ തിടുക്കത്തിൽ യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ആ ഒറ്റയടിപ്പാതയിലൂടെ ആ വൃദ്ധ ദമ്പതികൾക്ക് ആശ്വാസമായി പരിശുദ്ധ അമ്മ കടന്നു ചെന്നതുപോലെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ വസിക്കുന്ന പ്രായമായവരെ കൂടുതൽ പരിഗണിക്കാം, അവരോടൊപ്പം കുറച്ചു സമയമെങ്കിലും ചെലവഴിക്കാം. അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ ഈ സായന്തനത്തിൽ, അവരുടെ ജീവിതത്തിൻ്റെ അപരാഹ്നങ്ങളിൽ ഒരു വിളക്ക് തെളിക്കാൻ, വെയിൽ വീണ്ടും കൊണ്ടുവരുവാൻ പരിശ്രമിക്കാം. ദൈവം കൈവിടാത്തവരെ നാമും ഒരിക്കലും കൂടെ, എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് തിരിച്ചറിയുക നമ്മുടെ സാന്ത്വനത്തിലൂടെയാണ്, സ്നേഹത്തിലൂടെയാണ്. വൃദ്ധരായവരെ, വാർദ്ധക്യത്തിലെത്തിയവരെ പ്രത്യേകമായി പരിഗണിച്ച് സമൂഹത്തിൽ ഈ നന്മയുടെ പുതുവയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് വളരെ അനുഗ്രഹമുള്ള ഒരു നല്ല കുടുംബത്തിലാണ്. കോണ്ടോത്ത് കുടുംബം. ജോസി ഗോമസ്, ആനി ഗോമസ്, ഇവർ രണ്ടുപേരും 62 വർഷങ്ങൾക്ക് മുമ്പ് കൈപിടിച്ച് ഒരുമിച്ച് ജീവിതം ആരംഭിച്ചതിൻ്റെ വാർഷികം നടക്കുകയാണ്. അവർ ഒരുമിച്ച് ആരംഭിച്ച ആ കുടുംബ ജീവിതത്തിൽ ദൈവം നൽകിയ 3 മക്കളെയും ദൈവത്തിനു വേണ്ടി വളർത്തി, സ്നേഹത്തിൻ്റെ അനുഭവം കൊടുത്ത്, പ്രാർത്ഥനയുടെയും വിശ്വാസ ജീവിതത്തിൻ്റെയും ചൈതന്യത്തിൽ വളർത്തി, ദൈവത്തിനു വേണ്ടി വളർത്തിയതിൽ ചാരിതാർത്ഥ്യത്തോടുകൂടി ഇരിക്കുന്ന മാതാപിതാക്കന്മാർ. ഇവർ രണ്ടുപേരും ഇപ്പോഴും പ്രവർത്തന നിരതരാണ്. ഒരു മിനിറ്റ് പോലും സമയം കളയില്ല. അധ്വാനത്തിൻ്റെ പ്രതീകമാണ് മാതാപിതാക്കൾ രണ്ടുപേരും. അതോടൊപ്പം തന്നെ ഇവർ വലിയ ഒരു മാതൃക ലോകത്തിന് മുമ്പിൽ കൊടുത്തു. വിവാഹ ജീവിതത്തിൻ്റെ 62 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അതിനോടനുബന്ധിച്ച് 12 സെന്റ് സ്ഥലം, വിലപിടിപ്പുള്ള സ്ഥലം, പ്രായമായ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദാനമായി നൽകി എന്നുള്ളത് ഇവരുടെ കുടുംബത്തിൻ്റെ നന്മയുടെ അടയാളമാണ്. അതുപോലെ തന്നെ മകനെ ദേവാലയ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട വലിയ ഒരു ഉത്തരവാദിത്വത്തിൽ ഡിക്സൺ എന്ന മകൻ ട്രസ്റ്റിയായി ശുശ്രൂഷ ചെയ്യുന്നു. ഈ മാതാപിതാക്കളുടെ നന്മയും വിശ്വാസ ജീവിതവുമാണ് മക്കൾ നല്ലവരായി വലിയവരായി വളർന്നത് തന്നെ. ലോകത്തിൻ്റെ മുമ്പിൽ മെഴുകുതിരി പ്രകാശിക്കുന്നത് പോലെ വെളിച്ചം കൊടുക്കുന്ന ഒരു കുടുംബമാണിത്. സ്നേഹത്തിൽ, കൂട്ടായ്മയിൽ ഒരുമിച്ച് ജീവിക്കുന്ന സഹോദരങ്ങൾ ഏകമനസ്സായി ജീവിക്കുന്ന അനുഭവം. ഈ കോണ്ടോത്ത് കുടുംബത്തിൻ്റെ മാതാപിതാക്കൾക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും
ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം സന്തോഷപൂർവ്വം നൽകുന്നു. പ്രിയമുള്ളവരെ, ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം കൂടെ വസിക്കുന്ന ഒരു നല്ല കുടുംബത്തിന്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.